എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദോശയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. കുറച്ച് ചോറും റവയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ദോശ തയ്യാറാക്കാനായി സാധിക്കും. അധിക നേരം മാവ് അരച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ദോശ ചുട്ടെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഈ വീഡിയോ ഉപകാരമാകും. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ദോശ തയ്യാറാക്കാനായി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊന്നി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ 1 കപ്പ് റവ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതായത് റോസ്റ്റഡ് റവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് തൈരാണ്. ഞാനിവിടെ പുളിയുള്ള തൈരായതിനാൽ 2 ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ 1.5 കപ്പിൽ 1/4 കപ്പ് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത ശേഷം ബാക്കി 1/4 കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്തെടുത്ത് നന്നായി തന്നെ തരികളില്ലാതെ അരച്ചെടുക്കുക. നമ്മൾ സാധാ ദോശമാവ് ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ഈ മാവും തയ്യാറാക്കാം. വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാം. നമ്മൾ ഉപയോഗിക്കുന്ന റൈസിൻ്റെയും റവയുടെയും വ്യത്യാസങ്ങൾ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇത് ഇനി അടച്ചു വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല ദോശ തയ്യാറാക്കാനായി സാധിക്കും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ദോശത്തട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം കുറച്ച് മാവ് ചേർത്ത് കൊടുത്ത് സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ദോശ അത്യാവശ്യം ആയി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഓയിലോ ഇതിൻ്റെ മീതെ തടവി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ദോശ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡ് കൂടി നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അധിക നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ച് വളരെ ഈസിയായി ഈ ദോശ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ചോറ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിനാൽ തന്നെ സാധാ ദോശയേക്കാൾ വളരെ സോഫ്റ്റും റവ കൂടി ചേർക്കുന്നതിനാൽ നല്ല ക്രിസ്പിയുമാണ് ഈ ദോശ. ദോശ ബാറ്ററൊക്കെ ഉണ്ടാക്കാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിധത്തിൽ ദോശ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.